ഇത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി മഞ്ഞക്കൂരി കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കുവാണ്. നല്ല അടിപൊളി മഞ്ഞക്കൂരി നല്ല വെള്ളപ്പൊക്കത്തിന് പിടിച്ചതാണ്. നല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മൺചട്ടിയിൽ ഫിഷ് മോളി മഞ്ഞക്കൂരി കൊണ്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകാം. 1 കിലോ മഞ്ഞക്കൂരിയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. മഞ്ഞക്കൂരി കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി കുഴുവുള്ള ചട്ടി അടുപ്പേ വെച്ച് മൺചട്ടി ചൂടായി വരുന്നു. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ മൺചട്ടി ആയതുകൊണ്ട് ഇച്ചിരി ചൂടാകാൻ താമസമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചട്ടി എണ്ണ ചൂടായി വന്നു. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇട്ടോ, കടുക് ഇട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നു. ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു 20 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ടോ. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇട്ടോ. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു കഷ്ണം നീളത്തിൽ അരിയണം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി 6 പച്ചമുളക് നടുവേ പിളർന്നെടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് എരിവിന് വേണ്ടി മെയിൻ ചേർക്കുന്ന പച്ചമുളകാണ്. എരിവ് അനുസരിച്ച് 6 7 എണ്ണം ചേർക്കാം. നമ്മളിപ്പം 6 പച്ചമുളക് ഇട്ടോ 6 പച്ചമുളക് നടുവേ പിളർന്നു. മുളകിൻ്റെ എരിവ് അനുസരിച്ച് എരിവ് കുറഞ്ഞാണെങ്കിൽ 8 എണ്ണം ചേർക്കാം. എരിവ് കൂടുതലാണെങ്കിൽ 5 എണ്ണോ 6 എണ്ണോ മതി. നമ്മൾ ഫിഷ് മോളി ആയതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് എരിവ് നമ്മുടെ പച്ചമുളകാണ്. ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് മാറി ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറിക്കോട്ടെ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോള ഇടാം. 2 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചു കേട്ടോ. നീളത്തിൽ അരിഞ്ഞ് വെച്ചു. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 സവോളയാണ്, മീഡിയം സൈസ് 2 സവോള അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇളക്കി കൊടുത്തേ. കറിച്ചട്ടിയിൽ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, അധികം ബലം പിടിക്കരുത്. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ മൺചട്ടി കറി വെക്കുമ്പം ഇളക്കാനും ചട്ടി കൈകാര്യം ചെയ്യാനും. വളരെ സൂക്ഷിച്ച് വേണം. മൺചട്ടി വെക്കുമ്പോഴല്ല അതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ വേറെ പാത്രങ്ങളിൽ വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻസൊക്കെ. ഇത് നമ്മുടെ തനതായ നാടൻ ടേസ്റ്റിലാണ് നമ്മൾ ഫിഷ് മോളി വെക്കുന്നത്. മഞ്ഞക്കൂരി എന്ന് പറഞ്ഞ മീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏറ്റവും നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് തൊലി പൊളിക്കാതെ തേച്ച് കഴുകി ശരിക്കും അതിൻ്റെ ഉളുമ്പ് കഴുകിയെടുക്കും. നമ്മളിവിടെ തൊലി പൊളിച്ചാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് ഉപ്പും ചാരമൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി എടുത്താലേ ഉള്ളൂ. തൊലി കളയാതെ നന്നായിട്ട് ഉളുമ്പ് കളഞ്ഞ് കറി വെക്കുവാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ തൊലി പൊളിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ടൊന്ന് വാടി വരട്ടെ സവോള. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത്. അപ്പോൾ സവോള പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. വാടിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്. മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. ചട്ടി അടി പിടിക്കരുത്. നന്നായിട്ടൊന്നിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞക്കൂരി എന്ന് പറഞ്ഞാൽ എന്നല്ല, നാടൻ മഞ്ഞക്കൂരിയാണ്. നല്ല ടേസ്റ്റാണ്. ഇവൻ ഫിഷ് മോളി വെച്ച് കഴിഞ്ഞാൽ ഇവനെ വെല്ലാം ഒരു മീൻ കറിക്കും പറ്റത്തില്ല. അത്രയാണ്. ചപ്പാത്തിക്ക് കൂട്ടാനും അതുപോലെ ചോറ് കൂട്ടാനും അപ്പത്തിന് കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ്. മഞ്ഞക്കൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മഞ്ഞക്കൂരി. നല്ല രസമാണ് ഇവനെ കാണാൻ തന്നെ. ഇവൻ്റെ അത്രയും ടേസ്റ്റ്. ഇവൻ്റെ തൊലി പൊളിക്കാതെ ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ തൊലി പൊളിച്ച് കളഞ്ഞു. കാരണം നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് തേച്ച് കഴുകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് തൊലി പൊളിച്ചെടുത്തത്. ഇപ്പോൾ സമയമൊക്കെ ഉള്ളവർ അത് ഉളുമ്പ് തേച്ച് കഴുകി ഈ തൊലി പൊളിക്കാതെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളകാണ് നമ്മൾ ഫിഷ് മോളിക്ക് മെയിനായിട്ട് എരിവിൽ ഉപയോഗിക്കുന്നത്. നമ്മളിതിനകത്ത് ഇഞ്ചിയിട്ട് വെളുത്തുള്ളിയിട്ട് കടുകും ഇട്ട്. നമ്മളിതിനകത്ത് ഉലുവയൊന്നും ഇട്ടിട്ടില്ല. ഉലുവ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഫിഷ് മോളിക്ക് ഉലുവ ഇടേണ്ട ആവശ്യമില്ല. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സവോള നന്നായിട്ടൊന്ന് വാടി വരണം.
അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ 2 തക്കാളിക്ക്, അതായത് ഈ ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. നമുക്ക് ഇതിനകത്തോട്ട് 2 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട്. 2 ടൊമാറ്റോയാണ് ചോപ്പ് ചെയ്ത്, ഇതുപോലെ നീളത്തിൽ ചോപ്പ് ചെയ്ത്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ചെറുതായിട്ട് വേണേൽ ചെറുതായിട്ട് അരിയാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിച്ചെടുത്ത് അതിൻ്റെ ആ ഭംഗിക്ക് വേണ്ടി, ടേസ്റ്റിനൊന്നല്ല. ഇനി നന്നായിട്ട് നമ്മുടെ തക്കാളിക്ക് വാടി വരണം, ടൊമാറ്റോ വാടി വരണം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അടിപൊളി വാള മഞ്ഞക്കൂരി എന്ന് പറയുമ്പോൾ നാട്ട് മഞ്ഞക്കൂരിയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അത് ഫിഷ് മോളിയായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നന്നായിട്ട് തിരുമ്മി ഉടച്ച് നന്നായിട്ട് ചട്ടിയിൽ ഇളക്കിയെടുക്കുക. 2-3 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. അത് മൂടി വെക്കുന്നതായിരിക്കും നല്ലത്. മൂടി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്തേച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തക്കാളിക്ക് വേവിച്ചെടുക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വെന്ത് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിം വേണം വെക്കാതെ. വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. മൺചട്ടി ആയതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ബലം പിടിച്ച് ഇളക്കരുത്. അത് വാടി നന്നായിട്ടങ്ങ് വാടിക്കോട്ടെ. വാടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത്രയും നമ്മൾ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ കളറ് മഞ്ഞയായിട്ട് ആ ഫിഷ് മോളിയുടെ കളറ് കിട്ടാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ടുള്ള എരിവ് ഇതിൻ്റെ പച്ചമുളകാണ്. പിന്നെ എരിവ് പോരെന്നുള്ളവർക്ക് കുരുമുളക് പൊടിച്ച് ചേർത്താൽ മതി. ഒരു കാരണവശാലും മുളക് പൊടി കൂടുതൽ ചേർക്കരുത്. അത് ഫിഷ് മോളിയുടെ ടേസ്റ്റിനെ കുറയ്ക്കും. ലേശമാണ് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഒരു ചെറിയ അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച്. ഇപ്പം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തക്കാളിക്ക് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കാണിച്ചേ. 1/4 ടീസ്പൂൺ ഇട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കും. നന്നായിട്ട് ഇളക്കിക്കും. മിക്സ് ചെയ്യും. നന്നായിട്ട് അതിൻ്റെ പച്ചപ്പൊങ്ങ് മാറി അരപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കും. പച്ചപ്പൊങ്ങോട് മാറി അരപ്പങ്ങ് വെച്ച് മൂപ്പിച്ചങ്ങോട്ട് എടുക്കും. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടുള്ളൂ. കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇടാം, ലേശവും കൂടെ. നന്നായിട്ട് കൂത്താം. അപ്പം നമ്മൾ ഒരു തേങ്ങ ചിരവിയത് പിഴിഞ്ഞെടുത്ത് 3/4 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പിനകത്ത്. അതായത് ഒരു തേങ്ങ ചിരവി പിഴിഞ്ഞെടുത്തതാണ്. 3/4 കപ്പ് പാലാണ്. 1-ാം പാൽ 2-ാം പാലെന്നില്ല, മൊത്തം നമ്മൾ 3/4 കപ്പ് പാലാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ. അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് വാടി കഴിയുമ്പോൾ അത് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ആ 3/4 ലിറ്റർ പാല്, തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാം. അരപ്പന്ത്ര കാണിച്ച് 3/4 ലിറ്റർ ഉണ്ടോ ഒഴിച്ചു. 3/4 ലിറ്റർ. 1-ാം പാൽ 2-ാം പാലെന്നില്ല, മൊത്തം 3/4 ലിറ്റർ പാലായിട്ടാണ് എടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്. നമ്മുടെ അടിപൊളി മഞ്ഞക്കൂരി മപ്പാസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി. കണ്ടോ, നല്ല കളറ് വന്നിരിക്കുന്നുണ്ടോ. പിന്നെ അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞക്കൂരി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന 1 കിലോ മഞ്ഞക്കൂരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചോട്ടെ. ഇത് തിളച്ചോട്ടെ. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇപ്പോൾ നമ്മൾ 3/4 ടീസ്പൂൺ ഉപ്പിട്ട്
ഇത് മതി. ഇനി നമുക്ക് മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് മിക്കവാറും ഈ ഉപ്പ് മതിയായിരിക്കും. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അവനങ്ങ് തിളക്കട്ടെ. തിള വന്ന ശേഷം നമുക്ക് മഞ്ഞക്കൂരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് മതി മഞ്ഞക്കൂരി ഇട്ട് കഴിഞ്ഞ് ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഫിഷ് മോളി. അവൻ്റെ കളർ കണ്ടോ? അതെ, അടിപൊളി കണ്ടോ? അതിനാണ് നമ്മൾ പച്ചമുളക് കൂടുതലിട്ട് കേട്ടോ. മുളക് പൊടി കുറച്ച് വിട്ട്. പിന്നെ എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടി ചേർത്താം. പക്ഷേ ഈ ഫിഷ് മോളിക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലതല്ല, അതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും. എരിവ് വേണ്ടവർക്ക് ഞാൻ പറഞ്ഞത്. അല്ലെ പച്ചമുളക് കൂടുതൽ ചേർക്കണം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കുക. മൂടി വെച്ചേ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് മൂടി തുറന്ന് നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില അങ്ങ് കണ്ടോ, ഇപ്പോഴാണ് കരിയാപ്പില ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കരിയാപ്പില ടേസ്റ്റ് നന്നായിട്ട് വിതറിയൊക്കെ ഇട്ടു. അടിപൊളി. ഇനി മൂടി വെച്ചേര്. ഇനി മൂടി തുറന്നേ, തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ഒന്ന് ഇളക്കിക്കേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല കളർ, അടിപൊളി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞക്കൂരി ഇട്ട് കൊടുക്കാം. തിളച്ച് വന്നല്ലോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞക്കൂരി ഇട്ട് കൊടുക്കാം. മഞ്ഞക്കൂരി ഇട്ടോ, മീനിങ് എടുത്തോ. ഇട്ട് താഴെ പോകാതെ സൂക്ഷിച്ച് കൈകൊണ്ടെടുത്തിട്ട് കൊടുക്കും. കൈകൊണ്ടെടുത്തിട്ട് വെച്ചാണ്, കൊത്തുമെന്ന് പറഞ്ഞിടരുത്. പയ്യെ കൈകൊണ്ടെടുത്ത് താഴെ പോകാതെ ഇട്ടോ. നിന്നിട്ടോ. മീൻ പയ്യെ ഇതിനകത്ത് ഇരുന്ന് ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് തിളച്ച് മഞ്ഞക്കൂരി നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിക്കോളും. അടിപൊളി. അവൻ്റെ മീനിട്ട് ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതെന്ത് പതുക്കെ അവനെ തിക്കി ഉടയാതെ ഉണ്ടോ അവനങ്ങോട്ട് ഇളക്കി തിക്കി അവനങ്ങോട്ട് വേഗട്ടെ. മിക്സ് ചെയ്ത് നല്ല നന്നായിട്ട് അവൻ നല്ല എല്ലാ സ്ഥലവും ഒന്ന് മുങ്ങട്ടെ. നന്നായിട്ട് അവനങ്ങോട്ട് മുങ്ങിക്കോട്ടെ. നന്നായിട്ട് തിളക്കട്ടെ. ഈ തലയും കൂടെ മുക്കിക്ക്. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഒരു തക്കാളിക്ക് 4 സ്ലൈസ് അതിൻ്റെ മേളിലോട്ട് വെക്കാം. എന്നിട്ട് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് 15 മിനിറ്റ് കൊണ്ട് റെഡി ആയിക്കോളും. തക്കാളിക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് വട്ടം മുറിച്ച് വെച്ചിരിക്കുന്നു. എടുത്ത് അത് നല്ല ഭംഗിയായിട്ട് അവനെ നിരത്തി അങ്ങോട്ട് അതിൻ്റെ മേളിലോട്ട്. അങ്ങനെ 1 2 നല്ല ഭംഗിക്കിരിക്കട്ടെ. 3 4 5 ആഹാ, ഉമ്മാരി കടന്ന് അങ്ങോട്ട് വേകട്ടെ. ഇനി അങ്ങോട്ട് മൂടി വെച്ചേര്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇവനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. 2 വശത്തും ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. സ്പൂണിട്ട് ഇളക്കണ്ട. ഇത്രയും ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ 2 സൈഡും പിടിച്ച്. കണ്ടോ, നമ്മുടെ മഞ്ഞക്കൂരി ഫിഷ് മോളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് തിളച്ചു വരുന്നു. കണ്ടോ, ഇപ്പോൾ നമ്മൾ 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ചട്ടി ഒന്ന് കറക്കി കൊടുത്തു. ഇങ്ങനെ കറക്കി കൊടുത്താൽ മാത്രം മതി. 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫിഷ് മോളി റെഡിയാവും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കുക. അടിപൊളിയാണ്. മഞ്ഞക്കൂരി ആയതുകൊണ്ട് ടേസ്റ്റ് സൂപ്പറാണ്. അത് നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നു. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതിന് പോലെ ചട്ടി ഇങ്ങനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്താൽ മതി. 15 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടുന്നത്. നല്ല അടിപൊളി മഞ്ഞക്കൂരി ഫിഷ് മോളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ കേട്ടോ. നന്നായിട്ടിരുന്ന് തിളച്ച് നന്നായിട്ട് മീൻ വേകട്ടെ. നല്ല അടിപൊളിയാണ്. മഞ്ഞക്കൂരി ഫിഷ് മോളി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റെഡിയാവും. അപ്പോൾ നമുക്ക് കരിയാപ്പിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കാണിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുവാണ്. അത് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ചട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് 15 മിനിറ്റ് മാക്സിമം വേവ് മതി. ചട്ടി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, 2 സ്ഥലത്തും ഇങ്ങനെ പിടിച്ച്. ചട്ടി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. താഴെ പോകാതിരിക്കാനും കയ്യെ കറി വീഴാതിരിക്കാനും വളരെ സൂക്ഷിച്ച് വേണം. അല്ലെ ചട്ടി പൊട്ടിപ്പോകും. കണ്ടോ, അടിപൊളിയായിട്ട് മൺചട്ടിക്കകത്ത് അടിപൊളിയായിട്ട് റെഡിയാകുന്നു. നമ്മൾ അവസാനം 2 കരിയാപ്പില ഏതെങ്കിലും കൂടെ വെച്ച് കൊടുത്ത് ഇവനെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കും.
എന്നാ ടേസ്റ്റാണെന്നറിയോ നമ്മുടെ മഞ്ഞക്കൂരി ഫിഷ് മോളി. എൻ്റെ കളറ് കണ്ടോ, മഞ്ഞക്കൂരി ഫിഷ് മോളി. ഈ നാട്ടിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി. ഒന്ന് മൂടി വെച്ചേര്, തുറന്ന് നോക്കുവാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇളഞ്ഞ് നമുക്ക് കരിയാപ്പില ഇട്ട് ഇവനെ അങ്ങോട്ട് വാങ്ങിയെടുക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. എല്ലാം മഞ്ഞക്കൂരി എല്ലാം നല്ല സൂപ്പർ കളർ. എല്ലാം നല്ലതായിട്ട് കുറുകി നല്ല ചാറ് കുറുങ്ങി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ, നല്ല സൂപ്പറാണ്. ഇപ്പോൾ 15 മിനിറ്റ് ആയി, നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇനി നമുക്ക് കരിയാപ്പില ഇതിൻ്റെ ഡെക്കറേഷൻ വെച്ച് കൊടുക്കാം. കരിയാപ്പില ഓരോ ഇതളെടുത്ത് വെച്ച് നേരെ തിരിച്ചിടും. ഒരു കരിയാപ്പില ഓരോ സൈഡിലിടും. 2 ഓരോ സൈഡിലായിട്ട് ഇടും, നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നമുക്ക് ഇത് വാങ്ങാം. ഇട്ടോ നടുക്കോട്ടിട്ടു. അടിപൊളി കണ്ടോ, കറിവേപ്പിലയും കൂടെ ഇട്ട് ആ കറിവേപ്പിലയുടെ എസൻസും കൂടെ ഇടുമ്പോൾ നമ്മുടെ മഞ്ഞക്കൂരി ഫിഷ് മോളി അടിപൊളിയായി. 1 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചേര്, തുറന്നേ കണ്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് പൊക്കി കാണിച്ച് അടിയുന്ന് കണ്ടോ, നല്ല കളർ. കഷ്ണങ്ങളൊന്ന് പൊക്കി കാണിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ച്. അടിപൊളി. അടിപൊളി കണ്ടോ, അടിപൊളി. കണ്ട് അടിപൊളി കണ്ടോ, കൊതി ഊറും ടേസ്റ്റിൽ അടിപൊളി മഞ്ഞക്കൂരി ഫിഷ് മോളി. മഞ്ഞക്കൂരി കൊണ്ട് ഫിഷ് മോളി അടിപൊളി. തക്കാളിക്കായും കറിവേപ്പിലയും എല്ലാം തേങ്ങാപ്പാലും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റ്. മഞ്ഞക്കൂരി ടേസ്റ്റും കൂടെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നാട്ടിൽ വരുമ്പോൾ നല്ല നാടൻ മഞ്ഞക്കൂരി കിട്ടാൻ പാടാണ്. നാടൻ മഞ്ഞക്കൂരി മേടിച്ച് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മഞ്ഞക്കൂരി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തുള്ളവർ അവിടെയുള്ള മീനും ഇതുപോലെ ഒന്ന് ഫിഷ് മോളി വെച്ച് നോക്കണം. ഈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ എടുത്ത് നാട്ടിലുള്ളവർക്ക് ഏത് മീൻ ഇങ്ങനെ വെക്കാം, നെയ്മീൻ വെക്കാം, ഈ കടൽ മീനോ എല്ലാ മീനും ഇതുപോലെ ഒന്ന് ഫിഷ് മോളി വെച്ച് നോക്കണം. നമ്മൾ മഞ്ഞക്കൂരി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ വളർത്തു മഞ്ഞക്കൂരി അല്ല, ഇത് നമ്മുടെ ആറ്റിൽ നിന്ന് പിടിച്ചതാണ്. നാടൻ മഞ്ഞക്കൂരി ഫിഷ് മോളി വെച്ചത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വായോ, നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാം, വായോ. അപ്പോൾ നമ്മുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത സൂപ്പർ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.